ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അന്നേരം രാവിലെ നമുക്കിന്ന് പുട്ടായിരുന്നു കേട്ടോ, പുട്ടും പഴമായിരുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് 3-4 പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടനാട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് വേണം വീഡിയോ ഇടാനെന്ന്. അന്നേരം നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാം നമ്മുടെ കുട്ടനാട്ടിലെ ഏറ്റവും നല്ലൊരു കാഴ്ച ഇത് തന്നെയാണല്ലേ. കാരണം നമ്മുടെ വീട്ടുവാതിൽക്കൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു വള്ളം, അന്നേരം സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് ആണിതെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അന്നേരം ഈ വള്ളത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, സബ്സ്ക്രൈബർ. അന്നേരം ആൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാഴ്ചയിട്ട കേട്ടോ. അങ്ങനെ വള്ളമൊക്കെ വന്നിട്ട് പോയി, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ അടുപ്പിലെ ചാരമൊക്കെ ഒന്ന് വാരി തീ കത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അന്നേരം ചാരം വാരി നമ്മൾ കളയത്തില്ല, തെങ്ങിൻ്റെയും വാഴയുടെയും ഒക്കെ ചോട്ടി കൊണ്ടിടും. അങ്ങനെ ചാരമൊക്കെ വാരി ഒന്ന് വാഴച്ചോട്ടി കൊണ്ടിടുവാണ്. രാവിലെ പുട്ടും പഴമായിരുന്നെന്ന് പറഞ്ഞല്ലോ. അന്നേരം നമ്മുടെ അപ്പൂസ് പുട്ടും പഴമാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ, അത് തിളപ്പിച്ചൂറ്റി ചേട്ടൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞാണ് ഞാൻ തീയൊക്കെ കത്തിക്കുന്നത് കേട്ടോ. അന്നേരം ചാരമൊക്കെ വാരിയാലേ നമുക്ക് ഈ അടുപ്പിൽ തീ കത്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ട് കിടക്കും കേട്ടോ. അന്നേരം രാവിലെ തന്നെ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് തീയൊക്കെ കത്തിച്ചിട്ട് അരിയിടാൻ പോവാണ്. അന്നേരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് തേച്ച് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ നമ്മുടെ സ്ക്രബ്ബറൊക്കെ ഇട്ട് തേച്ച് കഴുകാറുണ്ട് ഈ അടുപ്പ്. അന്നേരം എനിക്ക് സമയമുള്ളപ്പോൾ ഒക്കെ ഞാൻ തേച്ച് കഴുകിയിടും കേട്ടോ. അങ്ങനെ നമ്മുടെ കഞ്ഞിക്കലമൊക്കെ ഒന്ന് കൊണ്ടുപോയി തേച്ച് കഴുകിയെടുക്കുകയാണ്. കാരണം ഇന്നലത്തെ ചോറൊക്കെ ഞാൻ മാറ്റി വെച്ച് തിളപ്പിച്ചൂറ്റി കൊടുത്തു വിട്ടെന്ന് പറഞ്ഞല്ലോ. അന്നേരം ആ കലമാണ് കേട്ടോ, അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുകയാണ്. അന്നേരം എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ കൂടി പറയണം. നിങ്ങൾക്കിപ്പം ചൂടൊക്കെ അവിടെ എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴയിലുള്ള അജിത ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഭയങ്കര ചൂടാണെന്ന് ആലപ്പുഴയിൽ. അത് ഇവിടെ ഇങ്ങോട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തേണ്ട കലമൊക്കെ തേച്ച് കഴുകി വെള്ളം എടുക്കുകയാണ് അടുപ്പ് കത്തിച്ച് വെക്കാൻ വേണ്ടി കേട്ടോ. അന്നേരം ഇന്ന് നമുക്ക് കറി വെക്കുന്നത് ഒരു ചീരത്തോരനാണ്. ചീരത്തോരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാതെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ചീരത്തോരനാണ്. അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവുള്ള അരിയാണ് കേട്ടോ, അതും ഇട്ട് കൊടുക്കാം. അന്നേരം പുറത്തിരുന്നായിരുന്നു ഞാൻ ചോറ് വെക്കുന്നത്. പക്ഷേ ഇപ്പം ഭയങ്കര വെയിലാണ് അവിടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വെക്കാറുണ്ട്. പക്ഷേ അവിടോട്ട് നമ്മൾ രാവിലെ ഇപ്പം അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 8:30-9 മണിയാകുമ്പോഴത്തേനും അവിടെ വെയിൽ വരും കേട്ടോ. നല്ല വെയിലാണ്. അന്നേരം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിരുന്ന് തീ കത്തിച്ച് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അകത്ത് തന്നെയാണ് ഇപ്പം 2-3 ദിവസമായിട്ട് ചോറ് വയ്ക്കുന്നത്. അന്നേരം രാവിലെ ഞാനൊരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. നമ്മളെല്ലാ വീട്ടമ്മമാരും ഒരു തട്ടിക്കൂട്ട് സാമ്പാർ മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കാറുണ്ടല്ലേ. അന്നേരം അതുപോലെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. അന്നേരം നമുക്ക് ഒരു ചീര തോരനോടെ വെക്കണമെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പേരയ്ക്കാവും മുറിക്കാവും എല്ലാം ഒന്ന് അടിച്ച് വാരുവാണ് കേട്ടോ. നല്ല പൊടിയാണ്. അന്നേരം ഇന്ന് നല്ല ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് തന്നെ പറയാം. കുറേ സമയം എടുത്താണ് ഞാൻ ഈ തൂത്തൊക്കെ വാരിയത് കേട്ടോ. മുറിക്കാവും എല്ലാം ഞാൻ കുറേ സമയമെടുത്ത് തൂത്തൊക്കെ വാരിയതൊന്നും വീഡിയോ എടുക്കാൻ പോയില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൂത്തുവാരൊന്നും നടക്കത്തില്ല കേട്ടോ.
അങ്ങനെ നല്ലൊരു പണിയായിരുന്നു കേട്ടോ. എല്ലാം അടുക്കി പെറുക്കി എല്ലാം തൂത്ത് പെറുക്കി എല്ലാം തൂത്ത് തുടച്ചെല്ലാം ഇട്ടിട്ടാണ് പിന്നെ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ചീര ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി എനിക്ക് തന്നാണ് കേട്ടോ. അന്നേരം നമ്മൾ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെയൊക്കെയാണ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാറുണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ. അങ്ങനെ എനിക്ക് ആ വീട്ടിലെ ചീരയാണ് കേട്ടോ, അല്ല വിഷാംശം ഒന്നും ഉള്ളതല്ല. അന്നേരം ഞാനോർത്ത് ഇതൊരു തോരൻ വെക്കാമെന്ന്. അന്നേരം നമുക്ക് ഇല ഇന്ന് തോരൻ വെക്കാം, നാളെ ആ തണ്ടെടുത്തൊരു അവിയലും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ചീരയൊക്കെ നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അന്നേരം ഈ ചീര കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ കൊഴിഞ്ഞു പോകാതെ ചീര എങ്ങനെ തോരൻ വെക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, ആദ്യ സമയത്ത് കേട്ടോ. അന്നേരം ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഡേ മൈ ലൈഫൊക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഫിംഗർ ക്യാപ്പ് ഇല്ലാതാണ് ഞാൻ അരിയുന്നത്, പക്ഷേ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു കേട്ടോ. ഇന്ന് എൻ്റെ കൈ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ ഫിംഗർ ക്യാപ്പ് മേടിച്ച് വെക്കും, പക്ഷേ ഇങ്ങനെയൊക്കെ അരിയുന്ന സമയത്ത് അത് തപ്പുമ്പം കാണത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ തന്നെ അങ്ങ് അരിഞ്ഞെടുക്കും. എനിക്ക് പക്ഷേ നല്ല വശമാണ് ക്യാപ്പ് ഇടാതെ ഇങ്ങനെ അരിയാൻ വേണ്ടി കേട്ടോ. അങ്ങനെ ഞാൻ ചീരയൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് അതിന് വേണ്ട അരപ്പിന് വേണ്ടിയുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. അന്നേരം തേങ്ങ പൊട്ടിച്ച സമയത്ത് അതൊന്ന് കഴന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഉണക്കത്തേങ്ങയായിരുന്നു കേട്ടോ. അന്നേരം ഞാനത് കുറച്ചൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തു, ബാക്കി ഞാൻ അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുത്തു. ഇതിങ്ങനെ അരച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ, ചതച്ചെടുത്താൽ മതിയല്ലോ. അന്നേരം നമ്മുടെ ചോറൊക്കെ വെന്തവിടെ കിടക്കുകയാണ് കേട്ടോ. ഞാൻ തിരുമീതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് ചെറിയ 2 പച്ചമുളക്, നല്ല എരിവുള്ളതാണ് ഈ പച്ചമുളകിന് കേട്ടോ. പിന്നെ 3 ചുവന്നുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ജീരകം, ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ചീര കണ്ടോ ചെറുതായിട്ട് ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം അരപ്പിനായിട്ടെടുത്ത് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ തോരനൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് വെക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് അല്ലേ. നമ്മുടെ മലയാളികളെല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നപ്പോഴത്തേന് വറ്റൽമുളകാണ് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഈ തോരനൊക്കെ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ കടുകും ഇട്ട് കൊടുത്ത് കടുകും വറ്റൽമുളകും കൂടെ പൊട്ടി വന്നപ്പോഴത്തേന് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചുമന്നുള്ളി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചേറെ ചുമന്നുള്ളി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് സവാളയാണേലും അരിഞ്ഞെടുക്കാം. എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം മേടിച്ച കുറേ ചുമന്നുള്ളി ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം ഞാനിപ്പം ആ ചുമന്നുള്ളി ഇങ്ങനെ എല്ലാത്തിനും എടുത്തെടുത്ത് തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അന്നേരം ഈ ചുമന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഈ മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. അന്നേരം നമുക്ക് ഈ ചീരത്തോരൻ എങ്ങനെയാണ് കുഴഞ്ഞു പോകാതെ കിട്ടുന്നതെന്നാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. മിക്കവരും ചീരത്തോരൻ വെക്കുമ്പോൾ കുഴഞ്ഞു പോകാറുണ്ട് കേട്ടോ. അന്നേരം ഇത് കുഴഞ്ഞു പോകാതെ നമുക്ക് നല്ലതായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അന്നേരം ഈ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാൻ മൂപ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ തേങ്ങയും ചീര എല്ലാം കൂടെ മിക്സ് ചെയ്തും തോരനുണ്ടാക്കും, അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കും, അല്ലാതെ ചീര ഇട്ട് കൊടുത്തിട്ട് തേങ്ങ അതിനകത്തേക്ക് ഇട്ട് ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് കുഴഞ്ഞു പോകാത്ത നല്ല ചീരത്തോരൻ കിട്ടുന്നത്. ഈ ചീരത്തോരനൊക്കെ അങ്ങോട്ട് ചോറിനകത്തോട്ടിട്ട് ചുമപ്പ് കളറാണ്, കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ചുമന്ന കളറ് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഈ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണം ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഉപ്പൂടെ ഇട്ട് കൊടുക്കണം.
അന്നേരം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അന്നേരം ഇത് അടച്ച് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അടയ്ക്കാതെ തന്നെ നമുക്ക് ഈ ആവിയിൽ ഇത് വെന്ത് വരും. ഈ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അന്നേരം ഞാൻ ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ ഉപ്പ് നോക്കിയപ്പോഴത്തേന് ശകല ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇത് ഇളക്കി നമ്മുടെ ചീരത്തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെന്ത് വന്നപ്പം ഒട്ടുമില്ല കേട്ടോ, കുഴഞ്ഞൊന്നും വന്നിട്ടില്ല, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ചീരത്തോരനാണ് ഇവിടെ ഇഷ്ടം കേട്ടോ. കുഴഞ്ഞു പോകുന്ന ചീരത്തോരൻ ഇവിടെ ഇഷ്ടമല്ല. ഇതിനകത്തേക്ക് ശകലം പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ചീരയ്ക്കകത്ത് തന്നെ വെള്ളമുണ്ട്. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചച്ചീരയും ചുമല ചീരയൊക്കെ. ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ള സാധനമാണ് ഈ ചീര. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഇതില്ലേ. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അന്നേരം കഴിഞ്ഞ ദിവസം നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ അച്ചാർ ഇത്രയേ ആയി കേട്ടോ. അച്ചാറിടുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അച്ചാർ ഇട്ട് കഴിഞ്ഞ് അത് തീരുകയും ചെയ്തു കേട്ടോ. ശകലം കൂടെ ഉള്ളു ഇനി. അച്ചാറിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇവിടെ തീരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. അന്നേരം സ്റ്റൗ ഒക്കെ രാവിലെ മുതലുള്ള കുക്കിങ് കഴിയുമ്പോഴത്തേന് എല്ലാം ഇങ്ങനെ വീണ് എണ്ണമയമൊക്കെ വീണ് വൃത്തികേടായിട്ട് കിടക്കും ഇല്ലേ. അന്നേരം ഞാൻ ഇത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സോപ്പിൻ്റെ ലിക്വിഡില്ലേ, നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ്, അതും ഒരു ശകലം വിനാഗിരിയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ. അന്നേരം നല്ല ക്ലീനായിട്ട് കിട്ടും. ഇത് കണ്ടോ, നമ്മുടെ ചേച്ചിമാർ കവർ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോ ബീനാന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ചിലർക്ക് ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നത്. അന്നേരം ഞാൻ ചോദിച്ചിട്ടേ എടുക്കാറുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ചേച്ചിമാരാണ്. അന്നേരം എല്ലാ മാസവും നമ്മുടെ വീടുകളിൽ വന്ന് ഇങ്ങനെ കവറുകൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഈ ചേച്ചിമാർ കേട്ടോ. അന്നേരം നമുക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്, ബില്ലൊക്കെ തരും. അന്നേരം ബില്ല് എഴുതുവാണ് കേട്ടോ. ഈ ചേച്ചി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ബീന ചേച്ചി എന്നാണ് പേര് കേട്ടോ. മറ്റേ ചേച്ചി തെന്നടിക്കാരിയാണെന്ന് തോന്നുന്നു, ഞാൻ ചോദിച്ചിട്ടില്ല. അന്നേരം നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നറിയാം. അന്നേരം അതിലൊക്കെ വരുന്നതിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കമൻറ്റിനുള്ള റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചേച്ചിമാരെ കവർ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പം ഞാൻ അവരുടെ വീഡിയോയിലൊന്ന് എടുത്താണ്. അങ്ങനെ അവരൊക്കെ പോയിട്ട് പിന്നെ ഞാൻ കുറച്ച് കപ്പ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് പുഴുങ്ങാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. അന്നേരം വൈകിട്ടത്തേക്ക് ആണോയെന്ന് ചോദിച്ചാൽ 4 മണിക്കോ അല്ലെങ്കിൽ രാത്രിയിലത്തേക്കോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചോറും ഇരിപ്പുണ്ട്. അന്നേരം ഞാൻ ആ കപ്പയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അന്നേരം ഇതിനകത്ത് ഇങ്ങനെ കട്ടിയുള്ള ടൈപ്പ് കപ്പയുണ്ട്. അതൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. കാരണം പുഴുങ്ങി കഴിഞ്ഞാലും അതെല്ലാം ഇങ്ങനെ കല്ലുപോലെ ഇരിക്കും, കടിക്കാൻ പറ്റത്തില്ല. കപ്പ പുഴുങ്ങുന്ന സമയത്ത് ഞാൻ ഓർത്ത് കേട്ടോ, കുറച്ച് കാന്താരി എടുത്ത് ഇങ്ങനെ ചമ്മന്തി അരയ്ക്കാവുന്ന. പിന്നെ ഞാൻ ഓർത്തു ഇന്നലത്തെ കുറച്ച് മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഇന്നലത്തെ കുറച്ച് പറ്റിച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ ചീരത്തോരനും കടുമാങ്ങയും കൂട്ടിയാണ് ഞങ്ങൾ ചോറ് കഴിച്ചത്. ഇത് നമ്മൾ ഈ ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ, ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. രാവിലത്തെ ചീരത്തോരനാണിത്. ഇതൊക്കെ ഇരിപ്പുണ്ട്. അന്നേരം ഇപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അന്നേരമാണ് ഈ കപ്പയൊക്കെ പുഴുങ്ങിയെടുത്തിട്ട് പുഴുങ്ങി നേരത്തെ വെച്ചതാണ്, കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത്. അന്നേരം രാത്രിയിൽ എല്ലാവർക്കും കപ്പ മതിയെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. നല്ല കപ്പയായിരുന്നു കേട്ടോ. പുഴുങ്ങിയിട്ട് നല്ല പുട്ടുപോലെ വെന്ത് വരുമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ വെന്ത് വന്നു കേട്ടോ. അന്നേരം കുറച്ച് മീൻ പറ്റിച്ചുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ കാന്താരി എടുത്തില്ലായിരുന്നു. പക്ഷേ മക്കൾ പറഞ്ഞു ചമ്മന്തി വേണമെന്ന് പറഞ്ഞ് പിന്നെ പോയി കാന്താരി പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ മുളക് ചമ്മന്തി അരച്ച് കേട്ടോ. അന്നേരം അത് വീഡിയോ എടുത്തിട്ടില്ല, അരച്ച് വെച്ചത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ മുളക് ചമ്മന്തി. കാന്താരി ഉള്ളിയും പുളിയും ഒക്കെ
ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത ചമ്മന്തിയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ടാറ്റാ.